അരികത്തായാരോ പാടുന്നുണ്ടോ അതോ എൻ്റെ മനസ്സാണോ? അറിയാലോ, അതിലെ റൊമാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ ഉണ്ട്, ആരാണെന്ന് അറിയില്ല, അത് അരികത്താണോ ദൂരെയാണോ, പക്ഷെ ആരോ പ്രണയിക്കുന്നു. എന്തോ എനിക്ക് ആ പാട്ടിൽ എന്തോ ഒരു മാജിക് എൻ്റെ കൈവിരലിലൂടെ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ അത്യാവശ്യം ഭേദപ്പെട്ട അർത്ഥവത്തായ ഒരു ഡമ്മി ഉണ്ടാക്കിയാൽ ഇവരതിൽ കുടുങ്ങും. ഇതാവുമ്പോ മീറ്റർ കിട്ടും, പക്ഷെ ഒരിക്കലും ചിന്തിക്കേണ്ട, മനസ്സിൽ നിൽക്കാത്ത വരികളാണ്. മണ്ട അല്ല, അങ്ങനത്തെ വരികൾ ഇതൊന്നൊക്കെ വളരെ റയറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് പറഞ്ഞത്. പക്ഷെ അതിന് അദ്ദേഹം എഴുതി വെച്ച വരികൾ, വയലിനോടുള്ള ഞാൻ കാണിച്ച ആ ഒരു ഇതുണ്ടല്ലോ, അത് തിരിച്ചു വയലിന് എനിക്ക് കൊണ്ടുതന്നു. അതുകൊണ്ട് അതിലെ ഒരു പാട്ടുണ്ടാക്കാൻ പറ്റിയ അത്യാവശ്യം ഒരു വയലിനിസ്റ്റിക് ഫ്രേസ് ഇറ്റ്സ് കം ഔട്ട്. അഴകേ കൺമണിയേ അഴലിൻ അത് ആലോചിച്ചുകൊണ്ടാണ് ലോഹി കരയുന്നത്. അതായത് തനിക്ക് വേണ്ടി ജീവിതം ആക്കി ഈ കഥാപാത്രം, അതേപോലെ ഇവൾക്ക് വേണ്ടി അവനും. പാട്ടിന്റെ ഒരു പറയുമ്പോ ഇമോഷണലായി പോകുന്നു ഞാൻ. പാട്ട് പാടം ഉറക്കാം ഞാൻ താമര പൈതലേ. സിറ്റുവേഷനിൽ ഒരാൾ മരിച്ചു കിടക്കുന്നു, അവര് ആ പടത്തിന്റെ സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേ കൂടെ പോയിട്ട് ജോഷി കണ്ണൊക്കെ നിറഞ്ഞ് പുള്ളി ഭയങ്കരമായിട്ട് കണ്ണ് തുടയ്ക്കുന്നു. ഗ്ലിസറിനില്ലാതെ ഇവിടെ സുരേഷ് ഗോപി കരയുന്നു. യമുന വെറുതെ പാടുന്നു യാദവം ഹരി മാധവം ഹൃദയരാഗം. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. സംതിങ് സ്പെഷ്യൽ ഇന്ന് പാട്ടിന്റെ വഴിയിൽ ഇന്ന് നമ്മളോടൊപ്പം ശ്രീ ഔസേപ്പച്ചൻ സർ. നമസ്കാരം. ഞാൻ ഇപ്പൊ ചോദിക്കുന്ന പാട്ടിന്റെ വഴി എന്ന് പറയുന്നത് സാറിന്റെ തന്നെ കുറച്ച് ഗാനങ്ങളുടെ പേരുകൾ ഞാൻ പറയും. അപ്പം വളരെ സാറിന് ടച്ച് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി ആ പാട്ടുമായിട്ട് കണക്ഷൻ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ പറയണം. ഓക്കെ, ഒന്ന് ഉള്ളടക്കത്തിലെ അന്തിവയിൽ പൊന്നുതീരും ആ പാട്ട്, അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി. അതിന്റെ മെമ്മറി എന്ന് പറയുന്നത്, ഈ പാട്ട് ഉള്ളടക്കം കമ്പോസ് ചെയ്യുന്നത് ഞങ്ങള് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിന്റെ അമ്മാനച്ചൻ, അതായത് ബാലാജി സാറിന്റെ മുകളിലെ വീട്ടില് മുകളിലത്തെ നിലയിലുള്ള ഒരു വലിയ കൊട്ടാരം പോലെയാ അതിൻ്റെ ഉള്ളില്. അതായത് ബെഡ്റൂമൊക്കെ ഏതാണ്ട് ഒരു വീടിന്റെ വലുപ്പത്തിലുള്ള ബെഡ്റൂം, വലിയ കട്ടില്, വലിയ തലയോണ, എല്ലാം വലുതാ. ഞാൻ എന്നിട്ട് ബാത്റൂമൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹാളിന്റെ വലുപ്പത്തിൽ ബാത്റൂം. ഞാനും കമലും കൈതപ്പുറവും, കാരണം അവിടെ ആരും താമസിക്കുന്നില്ല. അദ്ദേഹം അത് ഉണ്ടായി ഔട്ട് ഹൗസ് പോലെയായി അത്. അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്, അവര് താമസിക്കുന്നത്. ഞാൻ ചെന്നൈയിലായതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വന്ന് പോകും. ബാക്കി ഇവര് 3 പേരും അവിടെ താമസിക്കുന്നത്. അപ്പം ഞാൻ ഇതൊക്കെ അതാണ് ആ സ്ഥലം. അപ്പം അവിടെ ഇങ്ങനെ കമ്പോസിങ്, ഈ അന്തിവയിൽ പൊന്നുതരും എന്നുള്ള പാട്ടിൻ്റെ കമ്പോസിങ് തുടങ്ങുന്നു. ആ സമയത്താണ് നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി മറ്റേ ബോംബ് സ്ഫോടനത്തിൽ മരിക്കുന്നത്. ആ സമയത്ത് ഇതിൻ്റെ കമ്പോസിങ് നടക്കുകയാണ്. ഓരോ പാട്ട് അതുണ്ട്, ഈ പാതിരാമഴയുണ്ട്, ഇതുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയത്താണ് കമ്പോസ് ചെയ്തത്. അപ്പോൾ അന്നത് ഉണ്ടായി. ഞങ്ങൾ അതിനിടയ്ക്ക് ഒരു സിനിമ കാണാൻ പോയിരുന്നു. ഞാനും കമലും ഇന്ന് രാത്രി എൻ്റെ ഒരു കാറിലാണ് പോയത്. ഒരു മാരുതിയുടെ ഒരു 800 ഉണ്ടായിരുന്നു, ചെറിയ കാർ, ആദ്യത്തെ കാർ. അതിൽ സിനിമ കഴിഞ്ഞ് സിനിമയ്ക്ക് പോയി, ഏതൊരു ഇംഗ്ലീഷ് സിനിമ അത് കണ്ട് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വരികയാണ്.
തിരിച്ച് വരുന്ന നേരത്ത് ക്രൗഡ് കുറേശ്ശെ ഭയങ്കര, ആ നേരത്ത് 1 മണി 1:30 നേരത്താണ് സിനിമ സെക്കൻഡ് ഷോന് പോയിട്ട് വരുമ്പോൾ ക്രൗഡ് ഭയങ്കരമായിട്ട് കൂടി. അപ്പോഴേക്കും നമുക്ക് ടെൻഷനായി, ഇതെന്താ സംഭവം എന്നറിയില്ല. വേഗം വിട്ട് നമ്മൾ ഉള്ളിൽ കയറി. അപ്പോഴേക്കും അറിഞ്ഞു ഇവിടെ ഭയങ്കര സംഭവം ഉണ്ടായി. പിന്നെ ഒരാഴ്ചത്തേക്ക് ഞങ്ങൾക്ക് പുറത്തേക്ക് അനങ്ങാൻ പറ്റിയിട്ടില്ല. ആ ഉഡു വസ്ത്രത്തിൽ എല്ലാവരും, അവർക്കൊക്കെ മറ്റേ പെട്ടിയുണ്ട്, അവരവിടെ താമസിക്കുന്നവർ കമലിനെ, എനിക്കില്ല, ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വരുന്നത്. ആ ഒരൊറ്റ ഇട്ട ഡ്രസ്സ് കൊണ്ട് ഒരാഴ്ച അവിടെ ഇരുന്നിട്ട് കമ്പോസിങ് കഴിയുന്നവർക്ക് അപ്പോഴേക്കും ഈ റിലാക്സ്ഡ് ആയി. ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഒന്ന് സിറ്റിയിലേക്ക് ആൾക്കാർക്ക് പോകാൻ പറ്റി തുടങ്ങിയത്. കാരണം തമിഴ്നാട്ടിലാണല്ലോ സംഭവിച്ചത്. അതുകൊണ്ട് അതിന് ഭയങ്കര രൂക്ഷമായിരുന്നു, അവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ ഈ പാട്ട് പറയുമ്പോ സാറിന് ആ ഒരു ഇൻസിഡന്റ് ആണ് അല്ല, അത് വേറെ നല്ല മെമ്മറി എന്ന് പറയുന്നത് കൈതപ്പുറത്തിന്റെ വരികള്, അല്ലെ, ഏതൻ സ്വപ്നവുമായി എന്ന് പറയുന്ന അദ്ദേഹം എഴുതി തരുന്ന വരികളുടെ ആ ഒരു സുഖമുണ്ടല്ലോ. പിന്നെ ഇതിന്റെ ഓർമ്മ ഇപ്പൊ ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞോണ്ട്, പിന്നെ അതില് വേറൊരു പാട്ട് മറ്റേ പാതിരാമഴ, അതും അവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് അതിലെ വെറുതെ മറ്റേതൊക്കെ പറഞ്ഞ് ക്ലീഷേ ഒരുപാട് പറഞ്ഞു. അത് പാട്ടുണ്ടായതും അതിൻ്റെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ എന്നെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്, അന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പേടിയാവും. ഈ ബാലായി സാറിനെ നമ്മൾ ഫേസ്, ഭയങ്കര ഫിഗറല്ലേ, താടിയൊക്കെ വെച്ചു, ചിരിക്കില്ല ആരോടും. അപ്പം അവിടെ റെക്കോർഡിംഗ് ഉണ്ട്, മ്യൂസീഷ്യൻസൊക്കെ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് ഒതുങ്ങിയിട്ടേ പോവുക. ഇയാളെല്ലാവർക്കും പേടിയാണ്. എനിക്ക് തോന്നുന്നു മക്കൾക്കും പോലും അയാളെ പേടിയാന്ന് തോന്നുന്നത്, അതായത് സുരേഷിനും മക്കൾക്കൊക്കെ. അങ്ങനെ ഞാനിങ്ങനെ, അപ്പം ഇയാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ടക്കുന്നെ താഴ്ത്തിക്ക് നോക്കും, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് നോക്കി നടക്കും. ഈ ചിലപ്പോൾ ഒരേ വീട്ടിലല്ലേ, അപ്പം അയാളുടെ മുറിയിൽ നിന്ന് വരുന്ന നേരത്ത് കാണുമ്പോൾ അപ്പം അയാൾ പെട്ടെന്ന് ഔസേപ്പച്ചൻ, അപ്പം ഞാൻ പേടിച്ച് സിത്ത് പിടിക്കാൻ പോലെ. പാട്ട് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, അടിപൊളി. അടിപൊളി എന്നല്ല, വേറെ വാക്കാ വെച്ച് എന്തോ ഇംഗ്ലീഷിൽ പറഞ്ഞു. സമാധാനായി. പാതിരാമഴയായിരുന്നു പറഞ്ഞ പാട്ട്. അടുത്തത് മുല്ലവള്ളിയും തേന്മാവിനകത്തെ താമര നൂലിനാൽ ആ പാട്ട്. ദാറ്റ് ഈസ് അതിൻ്റെ റെക്കോർഡിംഗ് സെഷനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പാട്ട് കമ്പോസ് ചെയ്തു, റെക്കോർഡിങ്ങിന് ഒരു ഡിഫറെൻ്റ് ഓർക്കസ്ട്രേഷൻ വേണം, ഒരു ബോൾ റൂം ഡാൻസ്, ഈ വാൾസസ് എന്ന് പറയും നമ്മൾ, പം 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 പം. അത് പിന്നീട് പല പാട്ടുകളിലൊക്കെ അതിൻ്റെ ആവർത്തനമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് അന്ന് ഇറ്റ് വാസ് എ ടോട്ടലി എ ഡിഫറെൻറ്റ് സോങ് ഫോർ മലയാളം, ദാറ്റ് സ്റ്റൈൽ. കാരണം അന്നത്തെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. തബലയൊക്കെ ഇടയ്ക്ക് വന്നിട്ട് ഡും ടും ടും ഇടയ്ക്കൊക്കെ വന്നു പോവുള്ളൂ. ഒരു പിയാനോ ഇടയ്ക്കൊരു സിത്താല, മെയിനായിട്ട് വോക്കൽ. അത് വേണുഗോപാലും മറ്റേ നമ്മുടെ ഗായത്രിയും മനോഹരമായിട്ട് പാടി. അപ്പോൾ ആ റെക്കോർഡിങ്ങിനെ കുറിച്ച് എനിക്ക് രണ്ടുപേരും മനോഹരമായിട്ട് പാടി. ഒരുപാട് സമയം എടുത്തിട്ടാണ് വേണുഗോപാലിനെ കൊണ്ട് പാടിച്ചത്. ഞാൻ വേണുവിനോട് പറഞ്ഞു, വേണു, അപ്പോൾ വേണു നല്ല ഗായകനാണ്, പക്ഷെ വേണു പാടുമ്പോൾ വേണുവിൻ്റെ സ്ഥിരമായൊരു ശൈലിയുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഞാൻ പാടുമ്പോൾ എൻ്റെ സ്ഥിരമായ ശൈലി വരും, പക്ഷെ അത് വ്യത്യസ്തമാകുന്നത് നമ്മൾ ഓരോ സിറ്റുവേഷനും ഓരോ ലിറിക്സിനും അനുസരിച്ച് നമ്മൾ വ്യത്യാസപ്പെടുത്തണം, മാറ്റണം. ഇതേപോലെ വേറെ പാട്ട് പാടുമ്പോൾ അപ്പം ആ മൂഡ് പിടിക്കാം, ഇതിന് മാത്രമായിട്ടൊരു മൂഡ് വേണം. അങ്ങനെ ഞാൻ പറഞ്ഞു, വേണു അത് മാറ്റി, ശബ്ദം തന്നെ വേണുവിൻ്റെ ഞാൻ ഈ ടോൺ തന്നെ മാറ്റി പാടാൻ പറഞ്ഞ് കഷ്ടപ്പെട്ട് വേണു നാച്ചുറലായിട്ട് വരുന്നതല്ലേ വരുള്ളൂ, ശ്രമിച്ച് ഒരു വിധത്തിൽ നന്നായി സക്സസ് ആയി. എന്നിട്ട് പാട്ട് കേട്ടിട്ട് വേണു പറഞ്ഞൊരു ഡയലോഗാണ് എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് കേട്ടോ. ഞാനിതൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ, പക്ഷേ എനിക്ക് ഓർമ്മ വരുന്നത്, ഇത് പുറത്തിറങ്ങുമ്പോൾ ഞാനാ പാടിയെന്ന് പറയൂ. അതിനെന്തോ അവാർഡൊക്കെ കിട്ടിയില്ലേ? അത് കലക്കി. അടുത്തത് ലേലത്തിലെ ഉരുകി ഉരുകി എരിയുന്നേ. ആ സമയത്ത് ഞാനുണ്ട്, ഗോപിയാണ് എന്നെ അസിസ്റ്റ് ചെയ്യുന്നത്. ഗോപിയുടെ ജസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജ്, കീബോർഡ്, ഒരു സിംഗിൾ കീബോർഡ് വെച്ചിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷനിൽ, അതായത് ഫാദർ മരിച്ചു കിടക്കുന്നു, ഒരു മകൻ്റെ, ഒരു കുടുംബത്തിൻ്റെ സങ്കടം
മുഴുവൻ അറിയിക്കണം. ഐ മീൻ ഈ പാട്ടിലൂടെ നമ്മൾ കാണിക്കണം. വരികളിൽ അത് വേണം. അപ്പോൾ വരികളല്ല ആദ്യം ഉണ്ടാക്കുന്നത്, ട്യൂണാണ്. ട്യൂൺ ഉണ്ടാക്കണം. ഗിരീഷുണ്ട്. അപ്പോൾ ഗിരീഷ് എൻ്റെ അടുത്ത് പറഞ്ഞു, അസൂച മറ്റേ ഒരു പാട്ട്, പഴയ പാട്ട് പറഞ്ഞു. അപ്പോൾ ഈ ഇത്തരം പാട്ടുകളിൽ ഒരു സ്നേഹവാത്സല്യങ്ങൾ തുളുമ്പുന്ന ഒരു പാട്ട് ഗിരീഷ് പറഞ്ഞ പാട്ട് ഇതാണ്. പാട്ട് പാടം ഉറക്കാം ഞാൻ താമര പൈതലേ, പാട്ടു കേക്കു നീയുറങ്ങ് കരളിൻ്റെ കാതരേ. ഇതാണ് പാടിയത്. ഉരുകി ഉരുകി എരിയുമീ കനതരരധീ. നല്ല ബ്യൂട്ടിഫുൾ ലൈൻസാണ് ഗിരീഷിൻ്റെ. അപ്പോൾ ഇത് പാട്ട് ഉണ്ടായ വഴി. ഇനി ഇതിൻ്റെ ഓർമ്മതല്ല, ഇതിൻ്റെ ലൊക്കേഷനെ കുറിച്ചിട്ട് ഷിബു എൻ്റെ അടുത്ത് പറഞ്ഞു. ഷിബു അല്ല, ആരാ പറഞ്ഞത്? ഷിബു ആണോ പറഞ്ഞത്? ഷിബു അതിനുണ്ടാവാൻ അല്ല, ആരോ പറഞ്ഞു. എനിക്ക് ആരോ പറഞ്ഞതെന്ന് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ ലൊക്കേഷൻ ഷൂട്ടിങ് നടക്കുകയാണ്. സോമൻ ചേട്ടൻ ഇങ്ങനെ മരിച്ചു കിടക്കുന്നു. ഇപ്പുറത്ത് സങ്കടത്തോടു കൂടിയിട്ട് സുരേഷ് ഗോപി നിൽക്കുന്നു. ബാക്കി ആർട്ടിസ്റ്റൊക്കെ എല്ലാവരും നിൽക്കുന്നു. ജോഷ് സാറ് ക്യാമറയുടെ പിന്നിൽ ക്യാമറാമാൻ ഷൂട്ട് ചെയ്യണം. പാട്ട് പ്ലേ ചെയ്തു. ഈ പാട്ട് പ്ലേ ചെയ്തിട്ട് ഈ പല്ലവി അങ്ങോട്ട് കഴിഞ്ഞ് നോക്കുമ്പോൾ ജോഷി നിന്ന് കരയാണ് ഡയറക്ടർ. ആ പാട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് ആ സിറ്റുവേഷനിൽ ഒരാൾ മരിച്ചു കിടക്കുന്നു. അവർ ആ പടത്തിൻ്റെ സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേ കൂടെ പോയിട്ട് ജോഷി കണ്ണൊക്കെ നിറഞ്ഞ് പുള്ളി ഭയങ്കരമായിട്ട് കണ്ണ് തുടയ്ക്കുന്നു. ഗ്ലിസറിനില്ലാതെ ഇവിടെ സുരേഷ് ഗോപി കരയുന്നു, അവിടെ നിൽക്കുന്നവരെല്ലാവരും കരയുന്നു. ഇതാണ് ആ പാട്ടിനെ കുറിച്ച് ഓർമ്മ. പാട്ടിന്റെ ഇൻഫ്ലുവൻസ്. ശരിക്കും. അടുത്തത് ഒരേ കടലിലെ യമുന വെറുതെ. അത് മൊത്തത്തിലെല്ലാം അതിലത്തെ പാട്ടുകൾ ശുഭന്തുവരാളി രാഗത്തിൽ പാടിയിട്ടുള്ളതാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. ആ പാട്ട് ഈ അതിലത്തെ പാട്ടിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗിരീഷ് എഴുതുന്നു. ഗിരീഷ് വളരെ ബുദ്ധിമുട്ടി, അസുഖമുണ്ട്, മരുന്നുകൾ കഴിക്കുന്നു, കഷായങ്ങൾ കുടിക്കുന്നു, അങ്ങനെ. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു അസ്വസ്ഥത അദ്ദേഹത്തിൻ്റെ ഗിരീഷിൻ്റെ മനസ്സിലുണ്ട്. അപ്പം അതുകൊണ്ട് ഓർമ്മശക്തിക്കും എല്ലാത്തിനും കുഴപ്പമുണ്ട്. അപ്പം ഞാൻ എല്ലാം പുള്ളിനെ സപ്പോർട്ട് ചെയ്യാണ്. അന്ന് എല്ലാ പാട്ടും അങ്ങനെയായിരുന്നു കേട്ടോ. സാധാരണ ഒരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഈണം ആദ്യം ഉണ്ടാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ടേപ്പ് റെക്കോർഡറിലോ CD-യിലോ ആക്കിയിട്ട് നമ്മൾ ആ CD പ്ലെയർ അടക്കം ഇത് കൊടുക്കും, ടേപ്പ് റെക്കോർഡ്. എന്നിട്ട് അവരത് കേട്ടിട്ട് അതിൽ കേട്ടിട്ട് അവരെഴുതും. നമ്മളിത് കൊടുക്കുന്ന ജോലിയേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഉണ്ടായത് പുള്ളി സ്നേഹിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഔസപ്പിച്ച എനിക്കിതൊന്നും വേണ്ട, താൻ പാടി തന്നാൽ ഞാൻ അപ്പനെ എഴുതി തരാം. ഏത് താൻ പാടി തന്നാൽ ഞാൻ അപ്പനെ എഴുതിയിട്ടാണ്. ഡയറക്ടർ എൻ്റെ അടുത്ത് വന്നു, ശരി ഓക്കെ പാടാം. ഇത്രയും പിച്ചുണ്ടത്. അപ്പോൾ അതാണ് ആദ്യത്തെ ലൈൻ. അപ്പോൾ അതിന് ഒന്നുകൂടിയും പാടിയ ആലോചിച്ചു, ഒന്ന് രണ്ട് വരി പറഞ്ഞു. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, അല്ല ഗിരീഷ്, ഇതല്ല വേണ്ടത്, നമുക്ക് വേറെ വീണ്ടും സിറ്റുവേഷൻ പറയുന്നത്. അപ്പോൾ ഗിരീഷ് പക്ഷേ ഒന്നുകൂടി പാടിയ ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 20 കുറഞ്ഞ് 25 പ്രാവശ്യം ഈ ലൈൻ മാത്രം. എൻ്റെ തൊണ്ട പോയി ഒടുങ്ങി.
അടുത്ത ലൈൻ അങ്ങനെ താരരാരി താരരാ തരാതീര യമുന വെറുതെ യമുന വെറുതെ പാടുന്നു യാദവം ഹരി മാധവം ഹൃദയരാഗം ചന്ദനം നറുചന്ദനം സൗരേ കൃഷ്ണ വിരഹമധുവാമൊരുവൾ പാടി വിരഹമാമൊരു ഗീതം വിരഹമധുവാ. ഈ പിച്ചിലാണ് ഞാൻ ഈ പാടിക്കൊണ്ടിരിക്കുന്നത്. എത്ര പ്രാവശ്യം കാലത്ത് തുടങ്ങി രാത്രി ആയപ്പോൾ ഒരു പാട്ടിൻ്റെ ലിറിക്സ് കഴിഞ്ഞു. എൻ്റെ തൊണ്ട പൊളിഞ്ഞു. ഞാൻ പെട്ടു. അങ്ങനെ അതിലത്തെ എല്ലാ പാട്ടും നാഷണൽ അവാർഡാണ്. ഒരു പക്ഷേ ഈ കഷ്ടപ്പാടിനായിരിക്കും നാഷണൽ അവാർഡ് കിട്ടിയത്. എന്നെ ഇങ്ങനെ ഞാൻ ദൈവം തന്നെയാണല്ലോ ഇതിന് അവസരം എടുക്കുന്നത്. പാവം പോട്ടെ. ഓക്കെ, അടുത്തത് പ്രണയകാലത്തിലെ പാട്ട് ഒരു വേനൽപ്പുഴയിൽ. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പോസിങ് സെഷനാണ്. അതായത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉള്ള ഒരു സംവിധായകൻ ഉദയൻ അനന്തൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടമാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരുടെ ആദ്യത്തെ പടം മറ്റേ മെഡിമിക്സ് അനൂപാണ് അതിൻ്റെ AV അനൂപ് ആണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അതിനൊക്കെ പ്രാവശ്യം വന്നു, ഒരു പാട്ടുണ്ടാക്കി, 2 പാട്ടിനെ വന്നു. അപ്പോൾ ഈ വേനൽപ്പുഴ ഉണ്ടാക്കുന്ന നേരത്ത് ഒരു പ്രത്യേകിച്ച് സജഷനൊന്നുമില്ല. പുള്ളിക്ക് എല്ലാത്തിനും ഓരോ പാട്ടുകളുടെ മൂഡ് പറയാറുണ്ട്. ഒരു വേനൽപ്പുഴയ്ക്ക് ഒരു സജഷൻ ഉണ്ടായിരുന്നില്ല, എങ്ങനെ ഉണ്ടാക്കും. അപ്പം ഞാൻ എൻ്റെ കൂടെ അതിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സെൽവരാജ് എന്ന് പറഞ്ഞിട്ട്, വയലിനിസ്റ്റ്. 19 കൊല്ലമായിട്ട് അവിടെ മദ്രാസിലുള്ള ഫ്രണ്ടാണ്. അദ്ദേഹത്തിൻ്റെ മകൻ കുറേശ്ശെ കീബോർഡ് വായിക്കും, കമ്പോസിങ്ങിനൊക്കെ വിളിച്ചാൽ വരും. അപ്പോൾ ഗോപി ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചു. ഈ പയ്യൻ വിളിച്ചു സെറ്റപ്പ്. ആ പയ്യനൊരു പ്രത്യേകത, അവൻ തമിഴിൽ ലിറിക്സ് എഴുതും. അതാണ് എനിക്ക് ഓർമ്മ. അപ്പോൾ ആ ലിറിക്സ് ഇപ്പം എനിക്ക് ഓർമ്മയില്ല കേട്ടോ, തമിഴാണ്. ഞാനീ തര തര തരരാര തരരരി തര അപ്പൊ ഇതിങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഇതിന്റെ സംവിധായകന് ഇത് എന്താന്ന് മനസ്സിലാവില്ല. ടാരാ ടാരാ കേട്ടാ മനസ്സിലാവും. പുള്ളിക്ക് ലിറിക്സിലൂടെയാണ് പാട്ട് കേൾക്കുന്ന ഒരു സംവിധായകനാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ എന്നാലും റെക്കോർഡ് ചെയ്തു, എന്നിട്ട് എന്തെങ്കിലും ഡമ്മി ഉണ്ടാക്കാം. അപ്പൊ ഗിരീഷ് എന്ന് പറഞ്ഞിട്ട് ലിറിക്സ് സ്ക്രിപ്റ്റ് റൈറ്ററാണ്. പുള്ളി കുറച്ച് എഴുതും, അവരോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പം ഞാനൊന്ന് വീട്ടിൽ മുഖമൊക്കെ കഴുകി ഇങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് അപ്പോൾ ഇവനോട് പറഞ്ഞു ഒന്ന് പ്രോഗ്രാം ചെയ്യും, ഋതവും ഒരു ശ്രുതിയും താളും ബേസ് ഗിറ്റാറൊക്കെ ഇടാൻ പറഞ്ഞിട്ട് ഞാൻ പോന്നു. 1 മണിക്കൂർ കഴിഞ്ഞ് പോയി വിളിച്ചു, അങ്കിളെ കൊച്ചു പയ്യൻ, അങ്കിളെ ഇവിടുന്ന് വന്നേ. ഞാൻ വന്നു, അങ്കിളെ ഒന്ന് കേട്ടു നോക്കിയേ. സുന്ദരമായൊരു തമിഴ് പാട്ട്, ഒവ്വൊരു തൊണ്ടക്ക് താനാന് നിലവിൽ ഈ തമിഴില് എന്തൊരു സ്വീറ്റ് ആയിരുന്നു എന്നറിയോ. അത് അവൻ തന്നെ പാടി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വെരി ഗുഡ്. വേഗം ഡയറക്ടറെ വിളിച്ചു, ഇതാണ് നമ്മുടെ പാട്ട്. റിയാക്ഷൻ അത് തമിഴിലും കൂടി കേട്ടെന്റെ അതിന്റെ ഭയങ്കര രസമായിരുന്നു. അങ്ങനെയാണ് ആ പാട്ട് വന്നത്. ഞാൻ ആദ്യമായിട്ട് റഫീഖ് അഹമ്മദുമായിട്ട് യോജിക്കുന്ന ഒരു അതിൽ ഇനി വേറെ കാര്യം, അതിൽ വേറൊരു ഹ്യൂമറും കൂടി ഉണ്ട്. ഇനി പാട്ടുണ്ടാ ചോദിക്കാൻ? ഒരെണ്ണം കൂടെ, ബോഡി ഗാർഡിലെ. ശരി, അതുകൂടെ ഉള്ളൂ. അല്ല, അല്ലെങ്കിൽ ഇതില് ഇനിയൊരു കോമഡി പറയാനുള്ളത് എപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. റഫീഖിനെ നമ്മൾ ട്യൂൺ കൊടുത്തു കഴിഞ്ഞാൽ ട്യൂൺ എക്സാക്ട്ലി അതിൽ പിരിക്കേണ്ട സ്ഥലങ്ങൾ അത് നമ്മൾക്ക് എന്തെങ്കിലും ടാരാരാന്ന് പറഞ്ഞ ടരരാരി ടാരി ടരരാര
അപ്പൊ ഇതിന്റെ ചന്തങ്ങൾ മാറരുത് നിർബന്ധമുള്ള ഒരു സംവിധായകനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ പുള്ളി പലതും എഴുതുമ്പോൾ ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് ചെറുതായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു ഇദ്ദേഹത്തിന് ഡമ്മി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് നീലക്കടലിൽ സാരിയിലോ, നീലക്കടലിൽ സാരിയിലോന്ന്, സാരി നീലക്കടലിൽ സാരി കസേര മേശ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിന്റെ ഡമ്മി ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താ കാരണം എന്നറിയോ? നമ്മൾ അത്യാവശ്യം ഭേദപ്പെട്ട അർത്ഥവത്തായ ഒരു ഡമ്മി ഉണ്ടാക്കിയാൽ ഇവരതിൽ കുടുങ്ങും, മാറ്റി ചെയ്യാൻ പറ്റില്ല. ഇതാവുമ്പോ മീറ്റർ കിട്ടും, പക്ഷെ ഒരിക്കലും ചിന്തിക്കേണ്ട, മനസ്സിൽ നിൽക്കാത്ത വരികളാണ്. മണ്ട അല്ല അങ്ങനത്തെ വരികൾ ഇതൊന്നൊക്കെ വളരെ റയറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് പറഞ്ഞത്. പക്ഷെ അതിന് അദ്ദേഹം എഴുതി വെച്ച വരികളോ, വേനപ്പുഴയെ തെളിനീരിൽ പുലരി തിളങ്ങി മൂകം ഇലകൾ പൂക്കളിൽ എഴുതി എന്നൊക്കെ പറയുന്ന ബ്യൂട്ടിഫുൾ ലിറിക്സ് ആണ്. അടുത്തത് ബോഡി ഗാർഡിലെ അരികത്താരോ, അരികത്തായ ആരാരോ, അതെന്താന്നറിയോ? അത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. അതിന്റെ അരികത്താരോന്ന് ചോദിക്കുക, പക്ഷെ മീറ്ററിന് അരികത്തായ ആരാരോന്ന് യാരോ അങ്ങനെ പാടിയാലോ. അരികത്താരോ എന്നാണ് എഴുതിയത് ആദ്യം. അരികത്താരോ സുഖമില്ല, അരികത്തായാരോ എന്ന് പറയുന്നൊരു സുഖം ഉണ്ടല്ലോ, അതാണ്. എടുത്തോളൂ. ഇത് അല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്നെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കല്ലേ, അപ്പോ ക്വസ്റ്റ്യൻ ശരിയാക്കാൻ വേണ്ടി ഞാനിത് പറഞ്ഞതാണ്. അത് എന്തുകൊണ്ടാണ് ഈ അരികത്തായവരെ പാടാൻ അത്ര ബുദ്ധിമുട്ടിയിട്ട്, അത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. ഇത് എഴുതുന്നത് അനിൽ പനച്ചൂരാൻ, നല്ലൊരു ലിറിക്സിസ്റ്റ് ആയിരുന്നു, നമ്മളുടെ കൂടെ ഇല്ല. അദ്ദേഹത്തെ നമ്മൾ ഈ സമയത്ത് ഓർക്കുകയാണ് പെട്ടെന്ന്, ഈ പാട്ട് വന്നുകൊണ്ട്. ഞങ്ങൾ ഒരുപാട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഈണം മറ്റേ ഇങ്ങേർക്ക് ഭയങ്കര ഇഷ്ടമായി, നമ്മുടെ സിദ്ദിഖിന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ ഒരു പ്രത്യേക ഘടനയാണിത്. അപ്പം ഇതിന് വരികളെ കൊണ്ട് അദ്ദേഹം ഇങ്ങനെയുണ്ടല്ലോ, അതായത് എന്തൊരു മനോഹരമായി ഇത് വെറുതെ തന്ത്രത പറഞ്ഞു കഴിഞ്ഞാൽ സുഖന്നുണ്ടല്ലോ. ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ, എനിക്കിപ്പോൾ പാടാനൊന്നും പറ്റില്ല എന്നല്ല. അരികത്തായാരോ പാടുന്നുണ്ടോ അതോ എൻ്റെ മനസ്സാണോ, ആരാരോ എന്തോ പറയുന്നുണ്ടോ, അനുരാഗവജസ്സോ പാഴ്സ്വരമോ. അടുത്ത ലൈൻ, പൊൻതരി മണലിൽ സുന്ദര വിരലാൽ എൻ കഥ എഴുതിയതാരാണ്, കിന്നര വീണ തന്ത്രികളൊന്നിൽ മന്ത്രമുണർത്തിയതാരാണ്, മന്ത്രമുണർത്തിയതാരാണ്. അതങ്ങനെ. പിന്നെ മാനസ ചന്ദ്രികയാണോ കാതരയാമൊഴിയാണോ, ചിറകടിയുണരും ചില്ലയിലറിയാതൊരു തളിരുലയുമ്പോൾ എന്ന് പറഞ്ഞിട്ട്, അതായത് ടങ് ട്വിസ്റ്റ് പോലെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോ ആ വരികൾ കേൾക്കുമ്പോ പിന്നെ ഞാൻ ഓഫ് കോഴ്സ് അത് നല്ല ഹാർമണൈസേഷൻ ഒക്കെ ചെയ്തു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അരികത്തായാരോ പാടുന്നുണ്ടോ അതോ എൻ്റെ മനസ്സാണോ. ആ സിറ്റുവേഷന് അറിയാലോ, അതിലെ റൊമാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ ഉണ്ട്, ആരാണെന്ന് അറിയില്ല, അത് അരികത്താണോ ദൂരെയാണോ, പക്ഷെ ആരോ പ്രണയിക്കുന്നു. ഈ ഇന്നസെന്റ് ആയിട്ടുള്ള ഈ ബോഡി ഗാർഡ് ദിലീപിന്റെ കഥാപാത്രത്തിന് അറിഞ്ഞുകൂടാ ആരാണെന്ന്. ആ സമയത്ത് ഇമാജിനേഷനിൽ പുള്ളി അത് നല്ല രസമായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് സിദ്ദിഖ്. മനോഹര പിക്ചറൈസേഷനാ അത്. എനിക്ക് ഐ ലവ്ഡ്, എന്തോ എനിക്ക് ആ പാട്ടിൽ എന്തോ ഒരു മാജിക് എൻ്റെ കൈവിരലിലൂടെ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് പക്ഷെ അതിന് വിചാരിച്ചത്ര റെക്കഗ്നീഷൻ ഒന്നും കിട്ടാതെ പോയി എന്ന് എനിക്കൊരു സങ്കടമുണ്ട്. സങ്കടമല്ല, അതൊക്കെ അങ്ങനെയല്ലേ എന്ന് മാത്രം ചിന്തിച്ചു വിടുന്നു. പക്ഷെ പിന്നീട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് പിള്ളേർ അതൊക്കെ ഇപ്പം ഞാൻ പാടിയ പോലെയല്ല കേട്ടോ, എന്തൊരു മനോഹരമായിട്ടാണ് കൊച്ചു പിള്ളേർ ഇത് പാടുന്നത്. ഒറിജിനൽ പാടിയവർ നന്നായിട്ട് പാടിയിട്ടുണ്ട്, മറ്റേ രഞ്ജിത്ത്, കോർ ഓഫ് ഇറ്റ്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ പിള്ളേർ അത്
കവറൊക്കെ ആയിട്ട് പാടുന്നത്. ഐ ലവ് ദീസ് പീപ്പിൾ സിംഗിങ് ഡിഫറെന്റ് കവർ പാടൂ കവറോ മറ്റേ പോസ്റ്റ് കാർഡോ എന്ത് വേണേ പാടിക്കോ, ബട്ട് യു സിംഗ് ഇറ്റ് വിത്ത് എ ഫീൽ. അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. അതിന് മറ്റേ ഫ്ലൂട്ട് സിത്താർ തബല കൂടെ വായിക്കുന്ന ഒരു ആവശ്യമില്ല. നീ തന്നെ ആ പാട്ടിന്റെ വരികളല്ലേ, നമുക്ക് പാട്ടിന്റെ വരികൾ വെറുതെ കവിത ചൊല്ലല്ലോ, ഒരു ഈണം കൂടി കൊടുക്കുന്നില്ലേ, അത് പാടുന്നുണ്ടല്ലോ, അത് പാടിക്കോ, നല്ല രസമായിട്ട് പാട്, ഫീല് വരണം. അതിന് മറ്റേ പോലെ ആയാലും ഈ പോലെ ആയില്ല എന്ന് ആരും പറയേണ്ട കാര്യമില്ല. സി ദാറ്റ് ഈസ് ഡിഫറെന്റ്. അത് ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട്സ്. വെറുതെ പാടുമ്പോൾ നമ്മൾ വർത്താനം പറയുമ്പോ റീ റെക്കോർഡിങ് വായിക്കുന്നുണ്ട് ആരെങ്കിലും? ഇല്ലല്ലോ. പടത്തിൽ വരുമ്പോ അതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരും, പാട്ടിന് ബാക്ക്ഗ്രൗണ്ട് വരും. ഇത് വെറുതെ ഇരിക്കുമ്പോ അതിന്റെ ആവശ്യമില്ല. അങ്ങനെയാണ് ഇവർ പാടുന്നത് ഈ ഇതൊക്കെ. സോ ഐ എൻജോയ്, ദാറ്റ് ഈസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഈ ഒരു സെഗ്മെന്റിൽ ഒരേ ഒരു ചോദ്യം കൂടിയേ ഉള്ളൂ. കസ്തൂരിമാനിലെ രാക്കുയിൽ പാടി. എനിക്ക് കസ്തൂരിമാനിലെ ഇതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ്. കാരണം ഞാൻ വയലിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. അതിനു വേണ്ടിയിട്ട് എൻ്റെ ലൈഫ് മുഴുവൻ ഡെഡിക്കേറ്റ് ചെയ്തു. അതിൽ വിചാരിച്ച മാതിരിയൊന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നടുവിൽ അതിൽ നിന്ന് തിരിച്ച് എന്നെ മ്യൂസിക് ഡയറക്ഷനിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ദൈവം. അതുകൊണ്ട് ഇത് അവിടെ വിട്ടു, അതുമില്ല ഇതുമില്ലാണ്ടായിട്ട് ഉള്ളൊരവസ്ഥയിൽ എനിക്ക് ഈ വയലിൻ, പക്ഷേ ഞാൻ ഒരുപാട് വയലിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചതിൻ്റെ പേരിൽ വയലിൻ എന്നെ സഹായിച്ച എൻ്റെ ആദ്യത്തെ പടം തന്നെ വയലിനിസ്റ്റ് ആയതുകൊണ്ടാണ് നീയൻ സ്വർഗ സൗന്ദര്യം ചെയ്യാൻ പറ്റിയത്, കാതോട് കാതോരം. അതിനുശേഷം പിന്നെയും 1-2 പടങ്ങൾ വയലിൻ ഗാനം വിളിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ വളരെ പ്രസക്തിയുള്ള ഒരു പടം എന്ന് പറയുന്നത് കസ്തൂരിമാൻ. അതിൽ എന്നെ ലോഹിദാസ് എന്നെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല സത്യത്തിൽ. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജോണറിൽ പടം ചെയ്തിട്ടൊന്നുമില്ല. അദ്ദേഹത്തിനൊരു സബ്ജക്റ്റ് വന്നു, അതിലൊരു കഥാപാത്രം വയലിനിസ്റ്റാണ്, അതിലൊരു പാട്ട് വയലിൻ വായിക്കുന്നത് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് നാച്ചുറലി അവരെന്നെ ചിന്തിച്ചു. അപ്പോൾ ആ വയലിനോടുള്ള ഞാൻ കാണിച്ച ആ ഒരു ഇതുണ്ടല്ലോ, അത് തിരിച്ച് വയലിൻ എനിക്ക് കൊണ്ടുതന്നു. അതുകൊണ്ട് അതിലെ ഒരു പാട്ടുണ്ടാക്കാൻ പറ്റിയ അത്യാവശ്യം ഒരു വയലിനിസ്റ്റിക് ഫ്രേസ് ഇറ്റ്സ് കം ഔട്ട് വെരി ബ്യൂട്ടിഫുൾ. എനിക്കിപ്പോഴും അറിയാം അതിൽ, എനിക്ക് അതിൽ ഓർമ്മയുള്ളത് ഈ കസ്തൂരിമാൻ്റെ ഈ പാട്ടല്ല, അതിൽ ജയേട്ടൻ പാടിയൊരു പാട്ടുണ്ട്, അഴകേ കൺമണിയേ അഴലിൻ അറിയാതെ എന്നൊരു, അത് ചേട്ടൻ മനോഹരമായിട്ട് പാടിയിട്ട് ഞാൻ നശിപ്പിക്കുന്നില്ല. അപ്പോൾ അതിൽ ഓരോ വരിയും ചേട്ടൻ പാടുന്ന മുഖിലാണ് നീ, എന്തൊരു ഫീലാണ്, ഉള്ളിന്ന് വരുന്ന ശബ്ദമല്ലേ ഇത്, അത് നമ്മൾ പറയാതിരിക്കാൻ വയ്യ. അപ്പൊ ഈ പാട്ട് ഇതൊക്കെ ഇത്ര മനോഹരമായിട്ട് പാടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ എൻഡിലെ ഒരു സാധനമുണ്ട്, ഉയരേ ഉയരേ എന്നുയിരേ എന്ന് പറഞ്ഞൊരു ലൈനുണ്ട്. ഇത് പിള്ളേരെ കൊണ്ട് പാടിക്കാന്ന് വിചാരിച്ചാണ്. പക്ഷെ ജയേട്ടൻ ചാടി കയറി അത് ഞാൻ പാടാം എന്ന് പറഞ്ഞിട്ട് മനോഹരമായിട്ട്, അത് മറ്റേ സുജാതയും പാടിയിട്ടുണ്ട്. ഇതാണ് അതിലത്തെ ഹുക്ക് ലൈൻ പോലെ പിന്നീടായത്. ഉയരെ പടത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ട്യൂൺ വരും, വയലിനിൽ വരും, ഇതിന്റെ വരികളോട് കൂടിയിട്ട് വരും. അപ്പൊ ഈ സംഭവം ഞാനിപ്പോ പറയാൻ വരുന്നതാണ് എൻ്റെ ഓർമ്മയിൽ ഇത് വരുന്നത്. ഇതൊക്കെ അതിന്റെ ചിട്ടവട്ടങ്ങൾ പറഞ്ഞതുള്ളൂ. ഓർമ്മ എന്ന് പറയുന്നത് ഇതിന്റെ കമ്പോസിങ് റീ റെക്കോർഡിങ് കഴിഞ്ഞ്, അല്ല അതിനു മുമ്പ് ഡബിങ് നടക്കും. ഡബിങ് നേരത്ത് ലോഹി രാത്രി ഭക്ഷണം കഴിക്കും. അപ്പം ഞാൻ ഇടയ്ക്ക് ഡബിങ്ങിന്റെ സമയത്ത് തന്നെ വിളിക്കും, വാ എവിടെ ഇരിക്കുക. അപ്പം ഞാൻ ചെന്നൈയിലാണല്ലോ, ഡബിങ് നടക്കുന്ന അവിടെ ചെന്നൈയിൽ കോതണ്ടപാണി തിയേറ്ററിലാണ്. അപ്പം ഞാൻ അവിടെ പോവും. അവിടെ നേരത്തെ പുള്ളി ഭക്ഷണം ആ വരി എന്ന് പറഞ്ഞിട്ട് പുള്ളി ഉയര് എന്ന് പറഞ്ഞിട്ട് പുള്ളി കരഞ്ഞു കൊടുക്കും. ഉയര് എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങോട്ട് കരയും. അതായത് പുള്ളിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടത്തിലെ ആ സാധനം, ആ കഥാപാത്രത്തിന്റെ ഫീലാണ്. രണ്ടുപേർക്കും പരസ്പരം ഉണ്ടാകുന്ന ഫീല്. ഈ അതിന്റെ പടത്തിന്റെ കഥ അറിയില്ലേ? അറിയാം, ഞാൻ കണ്ട സിനിമയാ. അത് ആലോചിച്ചുകൊണ്ടാണ് ലോഹി കരയുന്നത്. അതായത് തനിക്ക് വേണ്ടി ജീവിതം ആക്കി ഈ കഥാപാത്രം, അതേപോലെ ഇവൾക്ക് വേണ്ടി അവനും. പാട്ടിന്റെ ഒരു പറയുമ്പോ ഇമോഷണലായി പോകുന്നു. ശരിക്കും
അങ്ങനെ ഈ സെഗ്മെന്റ് കഴിഞ്ഞു സർ. കഴിഞ്ഞു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സമയം ഞാൻ എടുത്തു, ഇപ്പോഴും മതിയായിട്ടില്ല. ഇനിയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ലിസ്റ്റുകൾ. ഇന്നൊന്ന് രാത്രിക്ക് ഫുൾ ഉറങ്ങാതെ ഇവിടെ ഇരുന്ന് സാറിന്റെ പാട്ടുകൾ ഇങ്ങനെ കഥകൾ ഒരുപാട് ഒരുപാട്. അതെ, പക്ഷെ എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിയും ഇപ്പൊ സാർ ഇപ്പൊ ഇത് ഈ 25-ല് ഇപ്പതാ അടുത്ത ആഴ്ച റിലീസ് ആവാൻ പോവാണ് ഒരു മൂവി, പിന്നെ ഫെബ്രുവരിയിൽ അടുത്ത മൂവി, അങ്ങനെ ബാക്ക് ടു ബാക്ക് ഒരുപാട് നല്ല പാട്ടുകളും സിനിമകളൊക്കെ ആയിട്ട് ഈ വർഷം ഉണ്ടാവട്ടെ. പടം താങ്ക് യു സർ, താങ്ക് യു.